നമുക്ക് എളുപ്പത്തിലൊരു ചക്കക്കുരും തക്കാളിയും കൂടെ ഒന്ന് വറുത്തരച്ച് മസാലക്കറി വെച്ചാലോ. അപ്പോൾ ഇതിനായിട്ട് കുറച്ച് ചക്കക്കുരു എടുത്ത് തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക. കുറച്ച് ഉള്ളിയും തക്കാളിയും പച്ചമുളകും എടുക്കുക. എന്നിട്ട് കുക്കറിൽ ഇത് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തതിന് ശേഷം ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഈ വറയിലിട്ടിടുക. അതിനുശേഷം മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. നന്നായിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ മുളകിൻ്റെ പച്ച ചുവയൊക്കെ മാറുന്ന രീതിയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരുവും തക്കാളിയും കൂടി ഇതിനകത്തേക്ക് ഇടുക. ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മസാലപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അടിപൊളി ചക്കക്കുരു മസാലക്കറി റെഡി ആയിട്ടുണ്ടാവും.